ഞങ്ങളിതിൽ രാസവളങ്ങളോ ഇത് ചേർക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് പണ്ട് മുതൽക്ക് രാസവളം ചേർക്കാത്ത കൃഷികളാണ്. എന്നാലും അതിൻ്റെ സത്തുണ്ടാവുള്ളൂ. ഇതിൽ രാസവളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രാസവളം ഇതിൽ ചേർക്കാത്തത്. അട്ടപ്പാടിയിൽ പാരമ്പര്യമായിട്ട് ചെയ്തു വന്ന കൃഷികളായിരുന്നു ചെറുധാന്യം. അത് കാലക്രമേണ കുറഞ്ഞു വരികയും അട്ടപ്പാടിയിൽ ശിശുമരണമൊക്കെ വരാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻ കൃഷി മന്ത്രി സുനിൽ കുമാർ അട്ടപ്പാടി വരികയും എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുകയും, അതായത് പാരമ്പര്യമായി ചെയ്തു വന്ന കൃഷി രീതികൾ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതെന്നും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ മില്ലറ്റ് വില്ലേജ് എന്നൊരു പദ്ധതി ഉണ്ടാക്കുകയും അതിലൂടെ മുഴുവൻ കർഷകരെയും കൃഷിയിലേക്ക് കൊണ്ടുവരികയും ആ കൃഷി വ്യാപകമായി കർഷകരിലേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ട സബ്സിഡി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തതോടുകൂടി ഈ ശിശുമരണ നിരക്ക് കുറയുകയും അട്ടപ്പാടിയിലെ കർഷകർ കൂടുതൽ കൃഷിയിലേക്ക് വരികയും ചെയ്യാൻ തുടങ്ങി. അട്ടപ്പാടിയിലെ അറ്റ്ഫാം എന്ന് പറയുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനി 2021 രൂപീകരിച്ചതാണ്. 22 കൃഷിക്കൂട്ടങ്ങളടങ്ങുന്ന 300 ഫാമേഴ്സ് അടങ്ങുന്ന ഒരു കൃഷിക്കൂട്ടമാണ് അറ്റ്ഫാം എന്ന് പറയുന്ന ഫാമ പ്രൊഡ്യൂസ് കമ്പനിയുടെ അംഗങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുധാന്യങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് അട്ടപ്പാടി മില്ലറ്റ്സ് എന്ന പേരിൽ കേരളത്തിലെ പല ജില്ലകളിലും എത്തിക്കുന്നുണ്ട്. അറ്റ്ഫാം FPC ഒരു നല്ല ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രൈബൽ ഫാമേഴ്സിൻ്റെ നിന്ന് നല്ലൊരു വിലയ്ക്ക് പ്രൊക്യൂർ ചെയ്ത് അത് അവർ വാല്യൂ അഡീഷൻ ചെയ്ത് അവർ ഒരു സംരംഭം ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കർഷകരിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത് ജൈവ കൃഷി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. മാത്രമല്ല അട്ടപ്പാടി പാരമ്പര്യ കൃഷി അല്ലെങ്കിൽ ഈ ചെറുധാന്യ കൃഷി എന്നുള്ള സംഭവം ശരിക്കും ജൈവ കൃഷി തന്നെയാണ്. വേറെ രാസവളമോ മറ്റൊരു വളം പോലും നമ്മൾ ഉപയോഗിക്കാണ്ട് ഈ കൃഷി ചെയ്യുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. ഒരു മായമോ രാസകീടങ്ങളോ ഉപയോഗിക്കാണ്ട് തന്നെയാണ് ഇത് ജനങ്ങളിലേക്കും നമ്മൾ പ്രൊഡക്റ്റായിട്ട് എത്തിക്കുക. ട്രൈബൽ ഫാർമേഴ്സിൻ്റെ കയ്യിൽ ഊരിൽ പോയിട്ട് അവർ കൃഷി ചെയ്തു വരുന്ന ചെറുധാന്യങ്ങൾ ശേഖരിച്ച് നമ്മുടെ ചീരക്കടയിൽ പ്രവർത്തിച്ച് വരുന്ന ചെറുധാന്യ സംസ്കരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അതാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതായത് ഇതിൽ വന്നിട്ട് ഒരു 9 ഐറ്റംസ് ഉണ്ട്. ചാമ, റാഗി, തിന, ഇതെല്ലാം വന്നിട്ട് അരി ഐറ്റംസ് ആയിട്ടും പിന്നെ കമ്പ്, മണിച്ചോളം, റാഗി ഇതെല്ലാം ഫ്ലോറായിട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് മാർക്കറ്റിംഗ് കൊണ്ടുപോകുന്നതാണ്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന അതേപോലെ തന്നെ നമ്മൾ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ ഫ്രഷായിട്ട് ഇവിടെ അരിയാക്കുകയും പൊടിയാക്കുകയും ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. இப்போ நாங்கள் பிறந்து வளர்ந்ததுலேருந்து இங்கேயே தான் இருக்கிறோம். தலைமுறை 2-3 தலைக்கட்டு தலைமுறை ஆகிப்போச்சு. எங்களுக்கு பாரம்பரியமாகிட்டு ஒரு 2-3 தலைக்கட்டுன்னு இந்த விவசாயத்தை பார்த்துட்டு வந்துட்டுருக்குறோம். சரிங்களா? சாமை, ராகி, கம்பு, தேனை, கடலக்காய், அவரை, துவரை, நெல் இந்த மாதிரி எல்லாம் விவசாயிகள்லாம் பண்ணிட்டு நாங்கள் வந்துட்டுருக்குறோம் സാർ. ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാട്ടം ഞങ്ങളുടെ അച്ഛനമ്മമാരെ ആ കാലം തൊട്ട് ഇതുവരെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇനി ഇതിന് ബാക്കിലെങ്ങനെയെന്നറിയില്ല. ഇതുവരെ ഞങ്ങളിപ്പോൾ റാച്ചാമത്തും വരെ തിന്നുന്നുണ്ട്, അത് ആ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലും പാരമ്പര്യ കൃഷി രീതി മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. ചെറുധാന്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ആയിട്ട്. പിന്നെ അതിലിപ്പോൾ മിശ്രിതമായിട്ടുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മറ്റ് കുറച്ചും കൂടി അഡ്വാൻസിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പാരമ്പര്യ കൃഷിക്കാണ് നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കുക. ഞാൻ 5-6 വർഷമായി ഞാൻ ഈ കൃഷി ചെയ്തു വരുന്നുണ്ട്. റാഗി, ചാമ, തൊമര, പിന്നെ പയറ്. അപ്പോൾ പയറ്, തൊമരൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ജൈവ വളം തന്നെ ഉപയോഗിക്കണേ. പണ്ടും അങ്ങനെ തന്നെ കോരയിടും, സാമയിടും, മുതിരയിടും. ಅಟ್ಫಾಮ್ ಕಾರಾರು ರಾಯಿ ಸಾಮೇನ ಬಂದು ಎಡ್ತುಕೊಂಡು ಪ್ಯೂರಾದು എമ്മത് വെള്ളമേന വേറെ എടുത്ത് പോയി തമ്മത് മില്ലിക്ക് എടുത്ത് പോയി മായ സേത്താതെ ആട്ടി ജനങ്ങൾക്ക് കൊടുക്കുവാറ്. ഏമാക്ക് അതൊക്കെ സന്തോഷമാണ്. നമ്മൾ അട്ടപ്പാടിയിൽ ചെറുധാന്യ കൃഷി ചെയ്യുന്നത് എല്ലാവരും എന്താ പറയുക ഓർഗാനിക് ആയിട്ടാണ്. അതായത് മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ്. അതിലേക്ക് വളമായിട്ട് ആട്ടുംകാട്ടവും ചാണകം മാത്രമാണ് ഇടുന്നത്. കൂടുതലും
എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അട്ടപ്പാടി ചെയ്തു വരുന്നത്. അട്ടപ്പാടിയിൽ കൂടുതലായിട്ട് ഇപ്പോൾ രാഗി, ചാമ, പിന്നെ ഇതുപോലെ കൃഷി, മില്ലറ്റ് കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ പിന്നെ കുടിയേറ്റക്കാർ വന്ന ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വരുന്നുണ്ടെങ്കിൽ പോലും ഈ മില്ലറ്റ് കൃഷിയിൽ നിന്ന് മാറി ഒരു ഇതുമില്ല. എല്ലാം ആ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള കൃഷി എന്നുള്ളത് ഈ മില്ലറ്റ് കൃഷി തന്നെയാണ്. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അട്ടപ്പാടിയിൽ എന്ത് വിളഞ്ഞാലും അത് നമുക്ക് ബ്രാൻഡാക്കി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മെജോറിറ്റി ആയിട്ടും മില്ലറ്റ്സാണ് ചെയ്യുന്നത്. ഈ മില്ലറ്റ്സ് അട്ടപ്പാടി മില്ലറ്റ്സ് ആക്കി ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓവർ കേരളം മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ നമുക്കിത് ബ്രാൻഡ് ചെയ്യാം. മണ്ണിനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കർഷകരിൽ നിന്നും ആ മണ്ണിൽ നിന്ന് വിളയിച്ചെടുക്കുന്ന വിളകളുടെ പോഷകമൂല്യം ഒട്ടും തന്നെ ചോരാതെയുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ട് അത് ഇവിടെ കേരളത്തിനകത്തായാലും പുറത്തുമായിട്ട് ലോക വിപണിയിലോട്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട് കർഷകരിലോട്ട് എത്തിക്കുന്നതിനായി അറ്റ്ഫാം FPC നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് പേര് ചെറുധാന്യ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് എല്ലാവരിടത്തേക്കും എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന പല അസുഖങ്ങളിലും എല്ലാ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മില്ലറ്റ്സ് കഴിക്കുക എന്നത്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മില്ലറ്റ് കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർഷകർക്ക് അതൊരു പ്രധാന വരുമാനമാക്കി മാറ്റാനും അട്ടപ്പാടിയിലെ കാലാവസ്ഥയെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കാനും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ നല്ലതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നല്ലൊരു വരുമാനവും അതോടൊപ്പം കൺസ്യൂമേഴ്സിന് നമുക്ക് നല്ലൊരു ഉൽപ്പന്നവും കൂടെ കിട്ടാൻ ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ഇതിന് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ഏരിയയിൽ വ്യാപിപ്പിച്ചുകൊണ്ട് മില്ലറ്റ് അട്ടപ്പാടി മില്ലറ്റ് നമുക്ക് ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അറ്റ്ഫാം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കർഷകരെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് നല്ലൊരു ലാഭം മീൻസ് അല്ലെങ്കിൽ ഇടനിലക്കാരില്ലാണ്ട് അവർക്ക് കിട്ടേണ്ട തുക മീൻസ് അവർ അധ്വാനിച്ചതിൻ്റെ ഒരു വർഷത്തോളം കൃഷി അത് മീൻസ് ആ 3 മാസം 6 മാസം അവർ പൊന്നുപോലെ നോക്കുന്ന കൃഷിക്ക് കിട്ടേണ്ട ഒരു തുക അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മൂല്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ഇങ്ങനെ ഒരു ആശയം വരാൻ കാരണം. അട്ടപ്പാടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ധാന്യങ്ങളും മില്ലറ്റ് സാധനങ്ങളൊക്കെ അറ്റ്ഫാം എടുത്തിട്ട് അത് ഓർഗാനിക്കായിട്ട് തന്നെയാണ് എല്ലാ ആൾക്കാരിലേക്കും പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അല്ലാതെ ഒരു മായങ്ങളൊന്നും അവിടെ ചേർക്കുന്നില്ല. ഞങ്ങളുടെ കൃഷിയിലത്തെ വിത്ത് വിളകൾ കൊണ്ടുപോയിട്ട് അവരുടെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് എല്ലാം ശരിയാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു മായം ചേർക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. 2023 മില്ലറ്റ് വർഷം ഈ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് മില്ലറ്റ് എവിടെ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ നമുക്ക് കൂടുതൽ മാർക്കറ്റിങ്ങും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അട്ടപ്പാടി മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തുമായിട്ട് നമുക്ക് ഓരോ റീറ്റെയിൽ സ്റ്റോഴ്സിൽ നമ്മുടെ അട്ടപ്പാടി മില്ലറ്റ്സ് അവൈലബിൾ ആണ്. കമ്പനി വന്ന ശേഷം ഇവിടുത്തെ പ്രോഡക്റ്റ് എടുക്കാനും അതിനോട് ഉപദേശങ്ങൾ തരാനുമായിട്ട് അറ്റ്ഫാം നിലവിൽ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ പലരിലും ഈ അട്ടപ്പാടി മില്ലറ്റ്സിന് എത്തിയിട്ടില്ല. അപ്പം നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അവിടെയൊക്കെ ആക്റ്റീവായിട്ട് അതേപോലെ നമ്മൾ ഓരോ ക്യാമ്പയിൻസൊക്കെ സംഘടിപ്പിച്ച് എല്ലായിടത്തും എത്തിക്കുക, അട്ടപ്പാടി മില്ലറ്റ്സിനെ എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ ലക്ഷ്യം എന്ന് പറയുന്നത്.